നമ്മുടെ നാടുകളിൽ നടന്നു വരുന്ന ഹദ്ദാദ് റാത്തീബ് ശരിക്ക് യമൻ വഴിയാണ് വരുന്നത്. ഹദ്ദാദ് റാത്തീബിന്റെ സ്ഥാപകൻ അബ്ദുല്ലാഹിബിന് അലബിൽ ഹദ്ദാദ് തങ്ങളാണല്ലോ. എന്നാൽ അത് ആ സിൽസില പരിശോധിക്കുമ്പോൾ ബഹുമാനപ്പെട്ട നമ്മുടെ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ തങ്ങൾ ഉസ്താദിൽ എത്തിച്ചേരുന്നുണ്ട് ആ സിൽസില. അപ്പോൾ അബ്ദുല്ലാഹിബിൻ അലബിൽ ഹദ്ദാദി തങ്ങളും ഖുതുബി തങ്ങൾക്കും ഇടയിൽ നമ്മുടെ ബഹുമാനപ്പെട്ട മമ്പറം തങ്ങൾ വരുന്നുണ്ട് ആ സിൽസിലയിൽ. അതിങ്ങനെയാണ്: അബ്ദുല്ലാഹിബിൻ അലബിൽ ഹദ്ദാദ് തങ്ങൾ, അവരിൽ നിന്ന് ഹസൻ ബിൻ അലി, ഹസൻ ബിൻ അബ്ദുല്ല റഹിമഹുല്ല, അവരിൽ നിന്ന് ബഹുമാനപ്പെട്ട കോഴിക്കോട് അന്ത്യവിശ്രമ കൊള്ളുന്ന ഷെയ്ഖ് ജിഫിരിയിൽ നിന്ന് ബഹുമാനപ്പെട്ട മമ്പറം തങ്ങൾ മൗലദ്ദവീല ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അവരിൽ നിന്ന് സയ്യിദ് അലി ബിൻ അബ്ദുള്ള, അവരിൽ നിന്ന് സയ്യിദ് ഷരീഫ് അലി ബിൻ അലി, അവരിൽ നിന്ന് ഖുതുബി തങ്ങൾ. അപ്പൊ മമ്പറം തങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഖുതുബി തങ്ങളിലേക്ക് എത്താൻ ഇടയിൽ രണ്ട് വ്യക്തികളാണുള്ളത്, രണ്ട് മഹാന്മാർ. അപ്പൊ ഹദ്ദാദ് റാത്തീബിന്റെ സനദ് വരുന്നതും അല്ലെങ്കിൽ അതിന് സിൽസില വരുന്നതും ബഹുമാനപ്പെട്ട ഖുതുബ് സമാൻ തങ്ങളിലൂടെയാണ്. കാരണം ഹദ്ദാദിന്റെ സ്ഥാപകൻ അബ്ദുല്ലാഹിബിൻ അലബിൽ ഹദ്ദാദ് തങ്ങൾ യമനിയാണ്. അത് മമ്പറം തങ്ങളിലൂടെ വരുന്നു. ബഹുമാനപ്പെട്ട ഖുതുബി റഹിമഹുല്ല പലർക്കും ഹദ്ദാദിന് ഇജാസത്ത് നൽകിയിട്ടുണ്ട്. ഈ സിൽസില വഴിയാണത്. ബഹുമാനപ്പെട്ട ഷെയ്ഖുന ചെറുശ്ശേരി ഉസ്താദൊക്കെ ഖുതുബി തങ്ങളിൽ നിന്ന് ഹദ്ദാദിന്റെ ഇജാസത്ത് വാങ്ങിയതായി ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. ഈ യമനി പാരമ്പര്യം അൽഹംദുലില്ലാഹ് കേരളത്തിൽ ഇന്നും നിലനിൽക്കുന്നു എന്നതാണ് അതിൽ നമുക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ്.